ശാന്തപൊട്ട് എന്ന് പറഞ്ഞാല് ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയതാണ്. സ്ത്രൈണത ഒരു ദുരന്തമാകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ, ട്രാൻസ്ജെൻഡറേ അല്ല നമ്മുടെ കഥാപാത്രം. അതൊരു പോസിറ്റീവ് ആംഗിളിലാണ് റൈറ്റർ എന്ന രീതിയിൽ ഞാനും കണ്ടത്, ലാൽ ജോസും കണ്ടത്. പക്ഷേ ആ പേര് ശാന്തപൊട്ട് എന്നൊരു ടൈറ്റില് ഇത്തരം ആൾക്കാരെ ഇവിടുത്തെ സമൂഹം വിളിക്കാൻ തുടങ്ങിയതാണ് അവരെ വേദനിപ്പിച്ചത്. അതിനൊരു കാരണം നമ്മുടെ സിനിമ ആയതിൽ നമ്മൾ അത് ചിന്തിക്കാതെ ആണെങ്കിൽ പോലും നമുക്കത് വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ സിനിമ വന്നതുകൊണ്ട് അവര് കൂടുതൽ ഈ ചില ഇതുപോലെയുള്ള മനോരോഗികളായിട്ടുള്ള ആൾക്കാര് ഇവരെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അവരെ ഇപ്പോ സർക്കാർ തലത്തിലായാലും അല്ലെങ്കിൽ സമൂഹം നല്ല പരിഗണന കൊടുത്ത് ഒപ്പത്തിനൊപ്പം നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടെ ഈ കാര്യത്തിൽ അതാണ്. അപ്പൊ ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കും. അവര് നമ്മളെ പോലെ തന്നെ ഒരു ജെൻഡർ തന്നെയാണ്, അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ജെൻഡർ തന്നെയാണ്. പക്ഷെ അവരെ ആക്ഷേപിക്കാനൊന്നും അല്ല എനിക്കതില് പിന്നീട് വിഷമം തോന്നി, കുറ്റബോധം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വൃത്തികെട്ട കുറെ ആൾക്കാര് ഇവരെ കളിയാക്കാൻ വേണ്ടി ആ വാക്ക് പ്രയോഗിച്ചു. അതിൽ ഞാനിപ്പോ അവരോട് എനിക്ക് വിഷമമുണ്ട്, അങ്ങനെ സംഭവിച്ചാല് വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുന്നു.